ഇന്ന് നമുക്ക് ഒരു മിക്സഡ് വെജിറ്റബിൾ തീയൽ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഒഴിച്ചുകൂട്ടാനാണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, കത്തിരിക്ക, കോവയ്ക്ക, തക്കാളി, ആമരിക്ക, ഏത്തക്ക, കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം വെള്ളരിക്ക. ഇനി ഇതിൽ ചേന, പടവലങ്ങയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇനി ഈ പച്ചക്കറിയെല്ലാം വളരെ ചെറിയ പീസായിട്ട് തന്നെ മുറിക്കണം. സാമ്പാറിന് മുറിക്കുന്നതിനേക്കാളും ചെറുതായിട്ട് തന്നെ തീയലിന് മുറിക്കണം. വളരെ ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഏത്തക്കായും കത്തിരിക്കയെല്ലാം അരിഞ്ഞ് വെള്ളത്തിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ കറുത്ത് പോകും. ഉള്ളി അരിയേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അരിയാം, പക്ഷെ ഞാനത് അരിയാതെ മുഴുവനായിട്ടാണ് ഇടുന്നത്. തക്കാളി എല്ലാം ചെറിയ പീസാണ്. ഈ പച്ചക്കറിയെല്ലാം ഇത്രയും ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. തീയലിന് എപ്പോഴും ചെറിയ പീസ് ആണ്. സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 7-8 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചുമന്ന മുളക്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനുള്ള മല്ലിയാണ്. ഇത് രണ്ടും ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ തേങ്ങ, ഒരു 3/4 കപ്പ് തേങ്ങയുണ്ട്. ഇത് ഇളം തേങ്ങയല്ല, കുറച്ച് മൂത്ത തേങ്ങയാണ്. തീയലിന് എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങയാണ് നല്ലത്. പിന്നെ ഒരു ഉള്ളിയും ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ, മല്ലിപ്പൊടി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നല്ലതായിട്ട് ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതിപ്പോൾ ഞാൻ മുഴുവനെ ചേർക്കുന്ന കാരണം തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് വറക്കാം. ഇതൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാം. മുളക്, മല്ലി, ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയുടെ കളറ് പിന്നെ ഈ ഇതിലൊക്കെ ആയിട്ടുണ്ട്. തീയൽ നമുക്ക് കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ, ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി തേങ്ങ വറുക്കണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി വറുക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു ശകലം കൂടെ ഒന്ന് മൂത്താലും തീയലിന് കുറച്ചുകൂടെ കളറ് ആവും. അപ്പോൾ കുറച്ച് വെളുത്ത നിറമുണ്ട്, അത് മാറണം. അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരയ്ക്കാം. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് വെള്ളമേ ചേർക്കാവൂ. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് അരിയാനുണ്ട്, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു തരിയായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. തീരെ അങ്ങ് മഷി പോലെ അരയണ്ട, ഈ സ്റ്റേജിൽ മതിയാവും. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഈ തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് ഇങ്ങനെ അരച്ച് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഇനി കറിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പച്ചക്കറി എല്ലാം വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പച്ചക്കറി ഒന്ന് വഴറ്റിയതിന് ശേഷം ആണ് തീയൽ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് പച്ചക്കറിയെല്ലാം വേവിച്ചതിന് ശേഷം തീയൽ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുത്തുണ്ടാക്കുന്ന കത്തിരിക്കാം. തക്കാളി ഇനി കുറച്ച് കഴിഞ്ഞതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചേർക്കാം. ഒരല്പം മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇടണം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. ചൂട് ഓൾറെഡി ഈ പാനിന് നല്ല ചൂടുണ്ട്, അപ്പോൾ മീഡിയം ഫ്ലെയിം മതിയാവും. തുറന്ന് നോക്കാം. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം.
അരിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. പുളിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിനി ഒന്ന് 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ വേണം ഒന്ന് കഷ്ണത്തിൽ ഈ കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് വരാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് കൊടുക്കണം. കടുക് വറുത്ത് ഇതിനകത്ത് ഇടണം. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടണം. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഇത് ഒന്ന് മൂടി വെക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സെർവ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു തീയലാണിത്. കൂടാതെ ദോശയോ ചപ്പാത്തിയോ ഒക്കെ നമുക്കിത് വെച്ച് വേണമെങ്കിൽ കഴിക്കാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.